വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുഭാര്യത്വം ഇസ്ലാമിൽ എന്തുകൊണ്ടാണ് അനുവദിക്കപ്പെട്ടിരിക്കുന്നത്? ഇസ്ലാമിൽ എന്തുകൊണ്ടാണ് ബഹുഭാര്യത്വം അനുവദിച്ചിരിക്കുന്നതെന്നാണ് സഹോദരിയുടെ ചോദ്യം. പോളിഗമി എന്ന് പറയുന്ന ഇംഗ്ലീഷ് പദത്തെ രണ്ടായി തിരിക്കാം. ഒരു വ്യക്തിക്ക് ഒന്നിൽ കൂടുതൽ ഇണയുണ്ടായിരിക്കുക. അത് പുരുഷനാണെങ്കിൽ ബഹുഭാര്യത്വവും സ്ത്രീക്കാണെങ്കിൽ ബഹുഭർത്തൃത്വവും. ഇസ്ലാമിൽ പരിമിതമായ ബഹുഭാര്യത്വമാണ് അനുവദിക്കപ്പെട്ടിട്ടുള്ളത്. ബഹുഭർത്തൃത്വം നിഷിദ്ധമാണ്. പക്ഷെ ഉത്തരം പറയുന്നതിന് മുമ്പ് ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. ഒരുവളെ മാത്രം വിവാഹം കഴിക്കൂ എന്ന് പറയുന്ന ലോകത്തെ ഒരേ ഒരു മതഗ്രന്ഥം ഖുർആൻ മാത്രമാണ്. ഹൈന്ദവത, ക്രൈസ്തവത, ജൂതമതം തുടങ്ങിയ മറ്റു മതങ്ങളെല്ലാം പരിശോധിച്ചാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്ര വ്യക്തികളെ വിവാഹം ചെയ്യാൻ സാധിക്കുമെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. ശ്രീരാമന്റെ പിതാവായ ദശരഥ മഹാരാജാവിന് 3 ഭാര്യമാരുണ്ടായിരുന്നു എന്ന് നിങ്ങൾ രാമായണം വായിച്ചാൽ മനസ്സിലാകും. മഹാഭാരതം വായിച്ചു നോക്കൂ. ശ്രീകൃഷ്ണന് എത്ര ഭാര്യമാരുണ്ടായിരുന്നു? 4, 10, 100, 1000, 16,108 ഭാര്യമാരുണ്ടായിരുന്നു. ശ്രീകൃഷ്ണന് 16,108 ഭാര്യമാരാകാമെങ്കിൽ മുസ്ലിങ്ങൾക്ക് എന്തുകൊണ്ട് 4 ഭാര്യമാർ വരെ ആയിക്കൂടാ? ബൈബിൾ പഴയ നിയമം വായിച്ചു നോക്കിയാൽ എബ്രഹാമിന് 3 ഭാര്യമാരുണ്ടായിരുന്നതായിട്ട് കാണുവാൻ സാധിക്കും. സോളമോന് 700 ഭാര്യമാരുണ്ടായിരുന്നു. അപ്പോൾ ബൈബിൾ പ്രകാരവും ജൂതമത ക്രൈസ്തവ പ്രകാരവും ഒരു മനുഷ്യന് ഇഷ്ടമുള്ളത്ര ഭാര്യമാരാകാം. പിന്നീട് ജൂത റബ്ബിയായ ബെൻസൻകൻ യഹൂദ 690 CE മുതൽ 1060 CE കാലഘട്ടം വരേക്കും ഒരു സൈനോഡ് പാസാക്കി. ഒരു ജൂതൻ ഒരുവളെ മാത്രമേ വിവാഹം ചെയ്യാവൂ. 1950 വരേക്കും അറബികൾക്കിടയിൽ താമസിച്ചിരുന്ന സെഫ്രാഡിക ജൂത സമൂഹങ്ങൾക്കിടയിൽ ബഹുഭാര്യത്വം നിലനിന്നിരുന്നു. ഇസ്രായേലിലെ പ്രധാനപ്പെട്ട റബ്ബി ഒരുവളെ മാത്രമേ വിവാഹം ചെയ്യാവൂ എന്ന സൈനോഡ് പുറപ്പെടുവിച്ച ശേഷമാണ് ജൂതന്മാർ ബഹുഭാര്യത്വം ഒഴിവാക്കിയത്. ഒരു ക്രൈസ്തവന് എത്ര ഭാര്യമാരെ വേണമെങ്കിലും സ്വീകരിക്കാമെന്ന് നിങ്ങൾ ബൈബിൾ വായിച്ചാൽ മനസ്സിലാക്കും. ക്രൈസ്തവർക്ക് ബഹുഭാര്യത്വം നിരോധിച്ചിരിക്കുന്നത് ക്രൈസ്തവ ചർച്ചാണ്. ഹൈന്ദവ ഗ്രന്ഥങ്ങൾ പ്രകാരം ഒരു ഹിന്ദുവിന് എത്ര വിവാഹം വേണമെങ്കിലും കഴിക്കാവുന്നതാണ്. ഇന്ത്യൻ ഭരണഘടന 1954 പുറപ്പെടുവിച്ച ഹൈന്ദവരുടെ പ്രത്യേക വിവാഹ നിയമ പീനൽ കോഡ് പ്രകാരം ഒരു ഹിന്ദു ഒരുവളെ മാത്രമേ വിവാഹം ചെയ്യാവൂ. പക്ഷേ അവരുടെ പ്രമാണങ്ങൾ പ്രകാരം നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്ര വിവാഹം കഴിക്കാം. സ്ത്രീകളുടെ അവസ്ഥ എന്ന ഭരണഘടനയുടെ ഗ്രന്ഥത്തിലെ 66-ാമത്തെ പേജിൽ കൊടുത്തിരിക്കുന്ന സ്ഥിതിവിവരക്കണക്ക് പ്രകാരം 1951 മുതൽ 1961 വരെ നടന്ന ബഹുഭാര്യത്വ വിവാഹങ്ങളുടെ കണക്കുകൾ പ്രകാരം 4.31% മാത്രമായിരുന്നു മുസ്ലിങ്ങളുടെ ബഹുഭാര്യത്വം. 5.04% ഹിന്ദുക്കളുടേതുമായിരുന്നു. മുസ്ലിങ്ങളെക്കാൾ 0.75% കൂടുതൽ ഹൈന്ദവർ ബഹുഭാര്യത്വം ചെയ്തിരുന്നു എന്നാണ് അതിനർത്ഥം. ഇനി ഖുർആനിലെ അധ്യായം 4:3 പറയുന്നത് എന്താണെന്ന് നോക്കൂ. സ്ത്രീകളിൽ നിന്ന് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന 2, 3, 4 പേരെ വിവാഹം ചെയ്തുകൊള്ളുക. എന്നാൽ അവർക്കിടയിൽ നീതി പുലർത്താനാവില്ലെന്ന് നിങ്ങൾ ഭയപ്പെടുകയാണെങ്കിൽ ഒരുവളെ മാത്രം വിവാഹം കഴിക്കുക. ഒരുവളെ മാത്രം വിവാഹം കഴിക്കുക എന്ന ഈ വാചകം ലോകത്തെ ഒരേ ഒരു മതഗ്രന്ഥത്തിൽ മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. അത് ഖുർആനാണ്. ബഹുഭാര്യത്വം ഇസ്ലാമിൽ നിർബന്ധമായ ഒരു കാര്യമല്ലെന്ന് ഞാൻ പറയട്ടെ. വേണമെങ്കിലാകാം. അത് നിർബന്ധമായ കാര്യമാണെന്നാണ് പലരും തെറ്റിദ്ധരിച്ചിരിക്കുന്നത്. അത് ഇച്ഛാനുസരണം ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ 1 കൂടുതൽ വിവാഹം കഴിക്കാം. എന്നാൽ ഖുർആനിൽ പറയുന്നത് പോലെ അവർക്കിടയിൽ നീതി പുലർത്താനാവില്ലെന്ന് നിങ്ങൾ ഭയപ്പെടുകയാണെങ്കിൽ ഒരുവളെ മാത്രം വിവാഹം കഴിക്കുക. ഒരു മനുഷ്യന് 1 കൂടുതൽ ഭാര്യമാരെ സ്വീകരിക്കാൻ ഇസ്ലാം അനുവദിക്കുന്നതിന്റെ യുക്തിപരമായ കാരണങ്ങൾ നമുക്ക് പരിശോധിക്കാം. ആൺകുഞ്ഞുങ്ങളും പെൺകുഞ്ഞുങ്ങളും ഒരേ അനുപാതത്തിലാണ് ജനിച്ചു വീഴുന്നതെന്നാണ് ഇന്ന് ശാസ്ത്രം പറയുന്നത്. ഒരു പെൺകുഞ്ഞിന് ആൺകുഞ്ഞുങ്ങളെക്കാൾ രോഗാണുക്കളെയും രോഗങ്ങളെയും ചെറുക്കുവാനുള്ള കെൽപ്പുണ്ടെന്നാണ് ഇന്ന് ശാസ്ത്രം പറയുന്നത്. ഒരു പെൺകുഞ്ഞിനാണ് കൂടുതൽ പ്രതിരോധശേഷിയുള്ളത്. വൈദ്യശാസ്ത്രപരമായിട്ട് കൂടുതൽ ചെറുത്തു നിൽക്കുവാനുള്ള കഴിവുള്ളത് പെൺകുഞ്ഞിനാണ്. അതുകൊണ്ട് ശൈശവകാലത്ത് ആൺകുഞ്ഞുങ്ങളുടേതിനേക്കാൾ കൂടുതൽ എണ്ണത്തിൽ പെൺകുഞ്ഞുങ്ങളുണ്ട്. ജീവിതം മുന്നോട്ട് പോകുമ്പോൾ മദ്യപാനം, പുകവലി, അപകടങ്ങൾ, യുദ്ധങ്ങൾ തുടങ്ങിയ കാരണത്താൽ സ്ത്രീകളെക്കാൾ കൂടുതൽ പുരുഷന്മാരാണ് ഈ സാഹചര്യങ്ങളിൽ മരിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് ലോകത്ത് സ്ത്രീകളെക്കാൾ കൂടുതൽ പുരുഷന്മാരുണ്ട്. ഇന്ത്യ പോലെയുള്ള 3ാം ലോക മഹാരാജ്യങ്ങളിൽ മാത്രമാണ് ജനസംഖ്യയിൽ സ്ത്രീകളെക്കാൾ കൂടുതൽ പുരുഷന്മാരുള്ളത്. ഇന്ത്യയിൽ പെൺകുഞ്ഞുങ്ങളുടെ ഭ്രൂണഹത്യ നടക്കുന്നത് അതിനൊരു കാരണമാണ്. അവൾ മരിക്കട്ടെ എന്ന തലക്കെട്ടിൽ അസൈൻമെന്റ് എന്നൊരു പരിപാടി അവതരിപ്പിച്ച റിപ്പോർട്ടിൽ എമിലി ബെക്കനൻ എന്ന റിപ്പോർട്ടർ ഇങ്ങനെ വിവരിക്കുന്നു. പെൺകുഞ്ഞാണെന്ന് മനസ്സിലായതിനു ശേഷം ഇന്ത്യയിൽ എല്ലാ ദിവസവും 3000-ൽ കൂടുതൽ പെൺഭ്രൂണങ്ങളുടെ ഹത്യ നടക്കുന്നുണ്ട്. 3000-നെ 365 കൊണ്ട് ഗുണിച്ചാൽ
ഒരു വർഷത്തിൽ 1 മില്യണിൽ കൂടുതൽ പെൺഭ്രൂണങ്ങളുടെ ഹത്യ നടക്കുന്നു. ഇന്ത്യയിലെ ഈ നീചകൃത്യം അവസാനിപ്പിക്കുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് ഇന്ത്യയിലും ആൺകുഞ്ഞുങ്ങളുടേതിനേക്കാൾ പെൺകുഞ്ഞുങ്ങളുണ്ടാകും. അതുകൊണ്ട് 3ാം ലോക മഹാരാജ്യങ്ങൾക്ക് പുറമെ ഇന്ന് ലോകത്ത് പുരുഷന്മാരുടേതിനേക്കാൾ സ്ത്രീകളുണ്ട്. ന്യൂയോർക്കിൽ മാത്രം പുരുഷന്മാരെക്കാൾ 1 മില്യൺ സ്ത്രീകൾ കൂടുതലുണ്ട്. യുഎസ്എയിൽ 7.8 മില്യൺ സ്ത്രീകൾ കൂടുതലുണ്ട്. ജർമ്മനിയിൽ മാത്രം 5 മില്യൺ സ്ത്രീകൾ കൂടുതലുണ്ട്. യുകെയിൽ മാത്രം 4 മില്യൺ സ്ത്രീകൾ കൂടുതലുണ്ട്. റഷ്യയിൽ മാത്രം പുരുഷന്മാരെക്കാൾ 9 മില്യൺ സ്ത്രീകൾ കൂടുതലുണ്ട്. ലോകത്ത് പുരുഷന്മാരെക്കാൾ എത്ര മില്യൺ സ്ത്രീകൾ കൂടുതലുണ്ടെന്ന് അള്ളാഹുവിന് മാത്രമേ അറിയുള്ളൂ. ഒരു പുരുഷന് ഒരു ഭാര്യ മാത്രമെന്ന വാദം ഞാൻ തൽക്കാലം സമ്മതിക്കുന്നു. എല്ലാവർക്കും ഇണകൾ ലഭിച്ചുവെന്ന് സങ്കല്പിക്കുക. നിങ്ങളുടെയോ എന്റെയോ സഹോദരി അങ്ങനെയുള്ള അമേരിക്കയിൽ ജീവിക്കുന്നുവെന്ന് സങ്കല്പിക്കുക. അവിടെ എല്ലാ പുരുഷന്മാർക്കും ഭാര്യമാരെ ലഭിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഭർത്താക്കന്മാരെ ലഭിക്കാത്ത 7.8 മില്യൺ സ്ത്രീകൾ ഉണ്ടായിരിക്കും. അവശേഷിക്കുന്ന ഈ 7.8 മില്യൺ സ്ത്രീകൾക്ക് ചെയ്യാവുന്നത് 2 കാര്യങ്ങളാണ്. ഒന്നുകിൽ നിലവിൽ വിവാഹിതരായ പുരുഷന്മാരുടെ 2ാം ഭാര്യയാവുക, അല്ലെങ്കിൽ പൊതുസ്വത്താവുക. പൊതുസ്വത്ത്, പൊതുവക എന്ന മോശമായ പദമോ നിങ്ങൾക്കറിയാമോ? എനിക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്ന ഏറ്റവും മുന്തിയ വാക്ക് അത് മാത്രമാണ്. അതിനേക്കാൾ നല്ല മറ്റൊരു പദവും എനിക്ക് കിട്ടില്ല. അതുകൊണ്ട് ഒന്നുകിൽ ഒരു പുരുഷന്റെ 2ാം ഭാര്യയാവുക, അല്ലെങ്കിൽ പൊതുവകയാവുക. അമേരിക്ക പോലുള്ള പാശ്ചാത്യ രാജ്യങ്ങളെ നിങ്ങളൊന്ന് വിലയിരുത്തി നോക്കൂ. ഒരു പുരുഷൻ വിവാഹത്തോടുകൂടി ഒരു ലൈംഗിക പങ്കാളികളുമായിട്ട് ജീവിതം ഉറപ്പിക്കുന്നതിന് മുമ്പായിട്ട് അയാൾ 8 വ്യത്യസ്ത ലൈംഗിക പങ്കാളികളുമായി ജീവിതം ചെലവഴിക്കുന്നു. അതാണ് സർവേയിൽ പറയുന്നത്. വിവാഹത്തിന് ശേഷം എത്രയാണെന്നും സർവേയിൽ പറയുന്നില്ല. അമേരിക്കയിൽ 2, 4, 10,000 20,000 വെപ്പാട്ടികളെ വെക്കുന്നതിൽ കുഴപ്പമില്ല. പക്ഷേ നിയമപരമായി 1ൽ കൂടുതൽ ഭാര്യമാരെ നിലനിർത്തുന്നത് അവർക്ക് സ്വീകരിക്കാൻ പ്രയാസമാണ്. ഒരു സ്ത്രീയും ഒരു പെൺകുട്ടിയും സാധാരണഗതിയിൽ തന്റെ ഭർത്താവിന് പങ്കുവെക്കാൻ ആഗ്രഹിക്കില്ലെന്ന് എനിക്കറിയാം. അതിൽ യാതൊരു സംശയവുമില്ല. ഒരു വലിയ നഷ്ടം ഒഴിവാക്കാനായിട്ട് ഒരു ചെറിയ നഷ്ടം അനുവദിക്കുക എന്നാണ് ഇസ്ലാമിക ശരീഅത്തിൽ പറയുന്നത്. ലോകത്തിന്റെ സാഹചര്യമറിയാവുന്ന ഒരു നല്ല മുസ്ലിം സ്ത്രീ തന്റെ മുസ്ലിം സഹോദരിയുടെ ഗുണത്തിനായിട്ട് തന്റെ ഭർത്താവിനെ പങ്കുവെക്കുന്നതിൽ എതിർപ്പ് പ്രകടിപ്പിക്കില്ല. അതുകൊണ്ട് ചില പുരുഷന്മാർക്ക് 1ൽ കൂടുതൽ, അതായത് 4 ഭാര്യമാരെ വരെ സ്വീകരിക്കുവാൻ അള്ളാഹു അനുവദിച്ചിരിക്കുന്നതിന്റെ കാരണങ്ങൾ ഇവയാണ്. ഞാൻ ചോദ്യത്തിനുള്ള ഉത്തരം പറഞ്ഞു എന്ന് വിശ്വസിക്കുന്നു.